സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുന്നു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. Remember therefore from where you have fallen, repent and do the first works, or else I will come to you quickly and remove your lampstand from its place unless you repent. വെളിപ്പാട് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ 3ആയി വിഭജിക്കുവാൻ കഴിയും. അത് ഏതൊക്കെയാണെന്ന് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കാണുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. യോഹന്നാൻ കണ്ട കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹത്വവും തേജസ്സും അധികാരവുമുള്ള യേശു ക്രിസ്തുവിന്റെ ദർശനം. 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമായി വിവരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉള്ള കാര്യങ്ങളാണ് 2-ഉം 3-ഉം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് യോഹന്നാൻ ജീവിച്ചിരുന്ന ആ കാലയളവിൽ ഏഷ്യ മൈനാറിൽ ഉണ്ടായിരുന്ന 7 സഭകൾക്കുള്ള പ്രത്യേക ദൂതുകൾ. ഏഷ്യയിൽ ഈ 7 സഭകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഈ സഭകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവ ഏഷ്യയിലെ എല്ലാ സഭകളെയും പ്രതിനിധീകരിക്കുന്നവയായിരുന്നു. മാത്രമല്ല അവ എല്ലാ കാലത്തുമുള്ള സഭകളുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനിടയുള്ള വിവിധ അനുഭവങ്ങളുടെ ചിത്രീകരണവുമത്രേ. സഭാ ചരിത്രത്തോട് ബന്ധപ്പെടുത്തി ഈ ദൂതുകൾ പഠിച്ചാൽ ഇതിൽ പറയുന്ന ഓരോ സഭയും സഭായുഗത്തിലെ വിവിധ കാലയളവുകളെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നതായി മനസ്സിലാക്കാം. 1-ാം നൂറ്റാണ്ട് മുതൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുള്ള 7 കാലഘട്ടങ്ങളെ ഈ 7 സഭകൾ പ്രതിനിധീകരിക്കുന്നു. ഇതിൽ ദൂത് നൽകുന്ന യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, സഭയുടെ നല്ല വശങ്ങൾ, സഭയുടെ ന്യൂനതകൾ, സഭയ്ക്കുള്ള ബുദ്ധി ഉപദേശം, ജയിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം എന്നിവയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം മിക്കവാറും രൂപക ഭാഷ അല്ലെങ്കിൽ അടയാള ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ സാദൃശ്യങ്ങൾക്ക് എല്ലാം തന്നെ വ്യക്തവും അത്ഭുതകരവുമായ അർത്ഥങ്ങളുമുണ്ട്. ആദ്യം ദൂത് എഴുതിയിരിക്കുന്നത് എഫെസോസ് സഭയ്ക്കാകുന്നു. ഈ സഭയുടെ കാലഘട്ടം AD 70 മുതൽ 120 വരെയാണെന്നാണ് വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എഫെസോസ് സഭയെക്കുറിച്ച് പറയുന്നത് അതൊരു അയജ്ഞ സഭയായിരുന്നു എന്നാണ്. എന്നാൽ ആരംഭത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു എഫെസോസ്. 2-ാം വാക്യം വായിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇത്ര തീഷ്ണതയോടെ നിന്നിരുന്ന സഭയ്ക്ക് പിൽക്കാലത്ത് അയവ് സംഭവിച്ചു. കർത്താവിനോടുള്ള ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞു. യേശു കർത്താവ് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. വീണ്ടും യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. 1 യോഹന്നാൻ 5:3 എഴുതിയിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. യോഹന്നാൻ എഫെസോസിലെ സഭയ്ക്ക് ദൂത് എഴുതി അയക്കുമ്പോൾ ആ നഗരം ഏഷ്യൻ നഗരങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഒരു നിലയിലായിരുന്നു. രാഷ്ട്രീയമായും മതപരമായും വാണിജ്യപരമായും ഔന്നത്യം പ്രാപിച്ചിരുന്ന എഫെസോസ് ആഡംബര ജീവിതത്തിലും സംഗീതാദി കലകളിലും പ്രസിദ്ധിയാർജിച്ചിരുന്നു. ദൈവത്തോടുള്ള സ്നേഹവും പരസ്പര സ്നേഹവും വിട്ടുകളഞ്ഞു. ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത്
മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ ദൂതറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കും നാം കൂടി വരുന്ന ഇടങ്ങളിലും എഫെസോ സഭയുടെ അവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കുക. വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അതിൽ ഉറച്ചു നിന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവത്തോടുള്ള ആദ്യ സ്നേഹവും സഹോദര വർഗങ്ങളോടുള്ള പരസ്പര സ്നേഹവും നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:20 എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. വീണ്ടും 5:2 എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ഇവിടെ കർത്താവ് ഒരു ചാൻസും കൂടെ തന്നിരിക്കുകയാണ്. ഏതിൽ വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാനും ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാനും. എങ്കിൽ മാത്രമേ നമുക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ജയിക്കുന്നവന് എന്താണ് ലഭിക്കുന്നതെന്ന് 7-ാം വാക്യത്തിൽ കാണുന്നു. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ജയജീവിതം നയിക്കുവാനും നിത്യതയിലെത്തുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.